وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹിയുടെ മദാരിജുസ് സാലികീൻ എന്ന ഗ്രന്ഥത്തിലെ അഅ്മാലുൽ ഖുലൂബ് ഖൽബിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള അൽ-ഇക്സീർ എന്ന ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ദർസിൽ മൻസിലത്തുൽ യഖ്ദ ഗഫ്ലത്തിൽ നിന്ന് അശ്രദ്ധയിൽ നിന്ന് ഉണരുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ ഉണർന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ ഒന്നാമത്തെ മൻസിലത്ത് എന്നത് യഖ്ദത്താണ്. അശ്രദ്ധയിൽ നിന്ന് ഉണർന്ന് അവന് ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കലാണ്. അങ്ങനെ അവൻ ചെയ്തു പോയ അബദ്ധങ്ങൾ അതെല്ലാം ദുനിയാവിലും ബർസഖിലും പരലോകത്തും പൊറുക്കപ്പെടാനുണ്ടാകുന്ന കാരണങ്ങളെ പറ്റിയെല്ലാം പറഞ്ഞു. അതിനുശേഷം അടുത്ത മൻസിലത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് മൻസിലത്തുൽ ഫിക്റത്തി, ഫിക്റത്തിന്റെ മൻസില അഥവാ ചിന്തയുടെ ആഴത്തിൽ ആലോചിക്കുന്നതിന്റെ മൻസിലത്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി അശ്രദ്ധയിൽ നിന്ന് ഉണർന്ന് അല്ലാഹുവിലേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോൾ അടുത്തത് അവന്റെ ഉള്ളിലുണ്ടാകുന്നത് ആഴത്തിലുള്ള ചിന്തയാണ്, തഫക്കുർ ഉണ്ടാവുക എന്നുള്ളതാണ്. ചിന്തിക്കുന്നവർക്കാണ് ദീനിൽ ഉന്നതി നേടാൻ സാധിക്കുകയുള്ളൂ. ഒരാൾക്ക് അവന്റെ ഈമാനിൽ ഉയർച്ച വേണം, അല്ലെങ്കിൽ ഇഹ്സാനിലെത്തണം, അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ദീനിന്റെ പരിധിയിൽ നിന്നുകൊണ്ട്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും പരിധിയിൽ നിന്നുകൊണ്ട് ആഴത്തിൽ ആലോചിക്കുമ്പോഴാണ് അവന് ആ വളർച്ച ലഭിക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഫസ്ൽ പറയുന്നു, فإذا استحكمت يقظته أوجبت له الفكرة. ഒരു വ്യക്തിയിൽ യഖ്ളത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ മേലെ നിർബന്ധമാകുന്ന അടുത്ത മൻസിലത്ത് ഫിക്റത്താണ്, ചിന്തയുടേതാണ്. വഹിയ, എന്താണ് ഫിക്റത്ത് എന്ന് പറഞ്ഞാൽ തഹ്ദീഖുൽ ഖൽബി ഇലാ ജിഹത്തിൽ മത്ലൂബ് ഇൽതിമാസൻ ലഹു. തഹ്ദീഖുൽ ഖൽബ്, ഖൽബിന്റെ തഹ്ദീഖ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനാണ് തഹ്ദീഖ് എന്ന് പറയാം. വളരെ സൂക്ഷ്മമായിട്ട് നോക്ക് പഠിച്ച് ഗവേഷണം നടത്തുന്നതിനാണ് തഹ്ദീഖ് എന്ന് പറയുന്നത്. അപ്പൊ ഖൽബ് അങ്ങനെ ഉറ്റു ചിന്തിക്കുന്ന ആലോചിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഇലാ ജിഹത്തിൽ മത്ലൂബ്, ഏതൊന്നാണോ അവൻ തേടുന്നത്, അവന്റെ ലക്ഷ്യം എന്താണോ, അവൻ തേടപ്പെടുന്ന കാര്യം എന്താണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക്, അഥവാ യഖ്ളത്തോടുകൂടി ഒരാൾക്ക് ജീവിത ലക്ഷ്യമുണ്ട്, അതിനെക്കുറിച്ച് സൂക്ഷ്മമായി ആഴത്തിൽ അവൻ പഠിക്കും, ചിന്തിക്കും, ഗവേഷണം നടത്തും. ഇൽതിമാസൻ ലഹു, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനെ ഇൽതിമാസ എന്ന് പറഞ്ഞാൽ അന്ധനായിട്ടുള്ള ഒരാൾ മതിൽ തപ്പിത്തഴിഞ്ഞ് നടക്കുമ്പോഴുള്ള തുടങ്ങിയാണ് പൊതുവെ ഇൽതിമാസ എന്ന് അറബിയിൽ പറയുക. അഥവാ ആ കാര്യം നേടാൻ വേണ്ടി, കൃത്യമായി ലഭിക്കാൻ വേണ്ടി അവൻ അതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി ആലോചിക്കുന്ന ഒരു അവസ്ഥക്കാണ് അൽ ഫിക്റത്ത് എന്ന് പറയുന്നത്. ഈ ചിന്ത എന്നുള്ളത് രണ്ട് രീതിയിൽ ഉണ്ടാകും. അറിയുന്നതും അതുപോലെ മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്ത. അതുപോലെ തന്നെ അവന്റെ കർമ്മം ചെയ്യാനുള്ള തേട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾ. അഥവാ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മുമ്പേ തൗഹീദുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. തൗഹീദിന്റെ രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് ഇൽമിന്റെയും മഅരിഫത്തിന്റെയും, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ. രണ്ടാമത്തേത് ത്വലബും ഇറാദത്തും, അവൻ അത് നേടിയെടുക്കാൻ വേണ്ടി, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന കർമ്മങ്ങളും മറ്റും. ഈ രണ്ട് കാര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കും അവന്റെ ചിന്തകൾ ഉണ്ടാവുക. ഒന്നാമത്തേത് അള്ളാഹുവിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും വേണ്ടി, രണ്ടാമത്തേത് അതിനനുസരിച്ച് അവന്റെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരേണ്ടത് അതിനെ കുറിച്ചായിരിക്കും. ഇൽമിന്റെയും മഅരിഫത്തുമായി ബന്ധപ്പെട്ട് രണ്ട് ചിന്തകൾ കൂടി അതിനകത്തുണ്ട്. ഇൽമും മഅരിഫത്തുമായി ബന്ധപ്പെട്ട അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും വിശ്വസിക്കേണ്ടതുമായ കാര്യമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകളിൽ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്.
ഫിക്റത്തു തമയ്യുസി ഫിക്റത്തു തംയീസി ബൈനൽ ഹഖ് വൽ ബാത്തിൽ, സത്യത്തിനെയും അസത്യത്തിനെയും ഹഖിനെയും ബാത്തിലിനെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ചിന്ത. അഥവാ ഒരു കാര്യം അവർ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഏതാണ് ഹഖ് ഏതാണ് ബാത്തിൽ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ അതിനെക്കുറിച്ചുള്ള ചിന്ത. വസ്സാബിതി വൽ മൻഫി, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് സ്ഥിരപ്പെടുത്തേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്ന ചിന്ത. രണ്ട് ചിന്തകൾ ഇൽമും മഅരിഫത്തുമായി ബന്ധപ്പെട്ട ചിന്തയിലുണ്ട്. ഒന്നാമത്തേത് ഹഖും ബാത്തിലും ഏതാണ് ശരിയായത് ഏതാണ് തെറ്റായത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ചിന്ത. രണ്ടാമത്തേത് എന്താണ് ഞാൻ സ്ഥിരപ്പെടുത്തേണ്ടത് എന്താണ് ഒഴിവാക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമങ്ങൾ വിശേഷണങ്ങൾ അത് വിശ്വസിക്കുമ്പോൾ എന്തെല്ലാം വിശേഷങ്ങളും നാമങ്ങളുമാണ് ഞാൻ അള്ളാഹുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തി വിശ്വസിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹുവില്ല എന്ന് ഞാൻ നഫി ചെയ്യേണ്ടത് എന്ന നിലക്കുള്ള അറിയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്ത. വല്ലത്തി തതഅല്ലഖു ബിത്വലബി വൽ ഇറാദ, അവന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അവൻ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾ. അത് രണ്ട് രീതിയിലാണ്. ഫഹിയ അൽ ഫിക്റത്തു അല്ലതി തുമയ്യിസു ബൈന അൻ-നാഫിഇ വദ്ദാർ, ഉപകാരപ്രദമായതും ദോഷമുണ്ടാക്കുന്നതുമായ കാര്യങ്ങളെ വേർതിരിച്ചറിയുക എന്നുള്ളത്. അതായത് ഇന്ന കർമ്മം ചെയ്താൽ എനിക്കത് ഉപകാരം ലഭിക്കും, പരലോകത്തും ദുനിയാവിലും നേട്ടം ഉണ്ടാകും. ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതെനിക്ക് ദോഷമായിരിക്കും, ഇരു ലോകത്തും ദോഷമായിരിക്കും എന്ന നിലയ്ക്ക് അതിന് വേർതിരിച്ച് മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു ചിന്തയുണ്ട്. ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്കുള്ള മാർഗം വഴി എന്താണ് എന്നതിനെ കുറിച്ച് ആലോചിക്കലും അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം. അതുപോലെ തന്നെ അവന് ദോഷമുണ്ടാക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ആലോചിക്കലും അത് ഒഴിവാക്കലും. അതായത് ഫിക്രത്ത് ഒരു മനുഷ്യൻ ഈ യഖ്വത്തിലായി കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കുമ്പോൾ അവന്റെ ചിന്തകൾ ദീനിയായ ഈ യാത്രയിൽ അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ ഉന്നതിയിലെത്താൻ അവന്റെ ചിന്തകൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് മുഴുകിയിരിക്കേണ്ടത്. ഒന്ന് അറിവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, രണ്ട് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അറിഞ്ഞും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളിൽ ചിന്തകൾ വീണ്ടും രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, അറിയുന്ന കാര്യങ്ങളിൽ ഏതാണ് ഹക്ക് ഏതാണ് ബാത്തിൽ എന്ന് വേർതിരിച്ചറിയാനുള്ള മനസ്സിലാക്കാനുള്ള ചിന്ത. രണ്ട്, ആ അറിയുന്ന കാര്യങ്ങൾ ഏതാണ് ഞാൻ സ്ഥിരപ്പെടുത്തേണ്ടത് ഏതാണ് ഞാൻ ഒഴിവാക്കേണ്ടത് നിരാകരിക്കേണ്ടത് എന്നുള്ള ചിന്ത. പിന്നെ വന്നത് കർമ്മവുമായി ബന്ധപ്പെട്ട് ഒരാൾ ചെയ്യുന്ന കർമ്മവുമായി ബന്ധപ്പെട്ട ചിന്തകൾ. അതും രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, അവർ ഉപകാരപ്രദമായതും ഉപദ്രവം ഉണ്ടാക്കുന്നതുമായ കർമ്മങ്ങൾ ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കൽ, അതിനെക്കുറിച്ച് ചിന്തിക്കൽ. രണ്ട്, ഉപകാരമായത് നേടിയെടുക്കാനും ദോഷമുണ്ടാക്കാൻ ഉപകാരമായതിലേക്ക് നയിക്കുന്ന മാർഗങ്ങളെ കുറിച്ചും ദോഷമായതിലേക്ക് നയിക്കുന്ന വഴികളെ കുറിച്ചുമുള്ള മനസ്സിലാക്കൽ. എന്നിട്ട് ഉപകാരപ്രദമായി നേടിയെടുക്കാനും ദോഷമുണ്ടാക്കുന്നത് ഒഴിവാക്കാനും. അങ്ങനെ രണ്ട് തെരീഖുകൾ, രണ്ട് ഫിക്റത്തുകൾ എന്ന് പറയാണ്. ഈ 6 ചിന്തകളാണ് ഒരു മനുഷ്യനുണ്ടാകേണ്ടത്. ഏതൊക്കെയാണ് 6 രണ്ടെണ്ണത്തിൽ വീണ്ടും രണ്ടെണ്ണമാക്കിയിട്ടുള്ളത്. ഒന്ന്, ഇൽമും മഅരിഫത്തുമായി ബന്ധപ്പെട്ടത്, അതിലുള്ള 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തേത് ഇറാദത്തും തലവുമായി ബന്ധപ്പെട്ടത്, അതിലുള്ള 2 കാര്യങ്ങൾ. മൊത്തത്തിൽ 6 എണ്ണമാണ് ഒരു മനുഷ്യന്റെ ചിന്തയിൽ പ്രധാനമായിട്ടും ഉണ്ടാകേണ്ട കാര്യങ്ങൾ. 7ാമത് ഒരെണ്ണമില്ല. ഇതാണ് അവന്റെ ജീവിതത്തിന്റെ മൊത്തം അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ ഉണ്ടായിരിക്കേണ്ട ചിന്ത. ഹിയ മജാലു അഫ്കാരിൽ ഉഖലാ, ബുദ്ധിയുള്ള ആളുകളുടെ ചിന്ത എപ്പോഴും ചുറ്റിയിരിക്കുന്നത് ഈ കാര്യങ്ങളുടെ മേലെയായിരിക്കും എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം. അതായത് നമ്മൾ പല കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കും, നമ്മുടെ ചിന്ത നമ്മുടെ ആലോചന പലതിനെയും പറ്റിയിട്ടുണ്ടാകും. എന്നാൽ ഈ 6 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടല്ലാത്ത ഒരു കാര്യത്തിലേക്കാണ് നമ്മുടെ ചിന്ത പോകുന്നത് എങ്കിൽ അത് പിശാചിന്റെ ശ്രമമാണ്. നമുക്ക് ഏത് കാര്യം ഭൗതികമായിട്ടുള്ള കാര്യത്തിൽ പെടും. ഭൗതികമായിട്ടുള്ള ഉപകാരം ഉണ്ടാക്കാൻ അതിലൂടെ അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ ആ ചിന്ത നമുക്കുണ്ടോ, ഉപദ്രവം തടയാനുള്ള ചിന്തയുണ്ടോ, അതിൽ പെടും. ഇതിനപ്പുറത്തേക്ക് ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു തെറ്റിനെ കുറിച്ചായിരിക്കും, അത് പിശാചിന് ഇഷ്ടമുള്ള കാര്യത്തെ കുറിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 6 കാര്യങ്ങൾ ബുദ്ധിമാന്മാരുടെ ചിന്ത എപ്പോഴും മുഴുകിയിരിക്കുന്നത് ഈ 6 കാര്യങ്ങളുടെ മേലെയായിരിക്കും.
അപ്പോ മൻസിലത്തുൽ യഖ്ള, ഒരാൾ ഗഫ്ലത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ മൻസിലത്ത് അവൻ ഓരോന്നിനെ കുറിച്ചും സൂക്ഷ്മമായി ആലോചിക്കുന്ന, ചിന്തിക്കുന്ന അവസ്ഥയുണ്ടാകും, അവന്റെ ഇൽമിന്റെ വിഷയത്തിലും അവന്റെ അമലിന്റെ വിഷയത്തിലും. അടുത്ത മൻസിലത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, മൻസിലത്തുൽ ബസീറത്തി, ബസീറത്തിന്റെ മൻസിലത്ത്, ഉൾക്കാഴ്ചയുടെ മൻസിലത്ത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഫൈദാ സഹഹത് ഫിക്റതുഹു ഔജബത് ലഹു അൽ ബസീറ, ഒരുവന്റെ ചിന്ത ശരിയായി കഴിഞ്ഞാൽ അവനിൽ നിർബന്ധമായും ഉണ്ടാകുന്ന കാര്യമാണ് ഉൾക്കാഴ്ച എന്നുള്ളത്. ചിന്ത നേരായി കഴിഞ്ഞാൽ, ഈ പറഞ്ഞ 6 കാര്യങ്ങളിലായി കഴിഞ്ഞാൽ അവന് പിന്നെ ഉൾക്കാഴ്ച ഉണ്ടാകും, ബസീറത്ത് ഉണ്ടാകും. ഫഹിയ നൂറുൻ ഫിൽ ഖൽബി യുബ്സിറു ബിഹി അൽ വഅദ വൽ വഈദ്. എന്താണ് ബസീറത്ത് എന്ന് പറഞ്ഞാൽ? വഹിയ നൂറുൻ ഫിൽ ഖൽബ്, അത് ഖൽബിൽ ഉണ്ടാകുന്ന ഒരു പ്രകാശമാണ്. യുബ്സിറു ബിഹി അൽ വഅദ വൽ വഈദ്, അതിലൂടെ അവന് കാണാൻ സാധിക്കും, ഖൽബിന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും അവനെ താക്കീത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. വൽ ജന്നത വന്നാർ, സ്വർഗത്തെയും നരകത്തെയും അവന്റെ മനസ്സുകൊണ്ട്, അവന്റെ ഉൾക്കാഴ്ച കൊണ്ട് അവന് കാണാൻ സാധിക്കും. വമാ വഅദ അല്ലാഹു ഫീ ഹാദിഹി ലിഔലിയാഇഹി, അതുപോലെ സ്വർഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്നത്. വഫീ ഹാദിഹി ലിഅഅദാഇഹി, അതുപോലെ നരകത്തിൽ എന്തൊക്കെയാണ് അവന്റെ ശത്രുക്കൾക്ക് അല്ലാഹു ഒരുക്കിയിട്ടുള്ള ശിക്ഷകൾ എന്നുള്ളത്. ഫഅബ്സറ അന്നാസ വഖദ് ഖറജു മിൻ ഖുബൂരിഹിം മുഹ്തിഈന ലിദഅവത്തിൽ ഹഖ്, അവന്റെ ഉൾക്കാഴ്ച കൊണ്ട് അവൻ ജനങ്ങളെ കാണും. ജനങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ജനങ്ങൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വെപ്രാളത്തോടുകൂടി ആ ശരി ഹക്കിന്റെ വെളിയിലേക്ക്, അഥവാ വിചാരണയുടെ വെളിയിലേക്ക് ബേജാറായി ഓടിയെടുക്കുന്നത് അവൻ അവന്റെ അകത്തുനിന്ന് കൊണ്ട് കാണും. വഖദ് നസലത് മലായികത്തു സമാവാതി ഫഅഹാതത് ബിഹിം, അങ്ങനെ പരലോകത്ത് ജനങ്ങൾക്ക് ചുറ്റുമായി ആകാശത്തെ മലക്കുകൾ ഇറങ്ങി വന്ന് ചുറ്റിപ്പൊതിയുന്നത് അവൻ കാണും. വഖദ് ജാഅ അല്ലാഹു വനസബ കുർസിയഹു ലിഫസ്ലിൽ ഖളാ, അല്ലാഹു സുബ്ഹാനഹു വ തആല വരികയും അവന്റെ കുർസിയെ സ്ഥാപിക്കുകയും ജനങ്ങൾക്കിടയിൽ വിധി നടപ്പിലാക്കാൻ വേണ്ടി, തീരുമാനിക്കാൻ വേണ്ടി വരുന്നതും അവൻ അവന്റെ അകക്കണ്ണുകൊണ്ട് കാണും. അതായത് ഒരാൾക്ക് ബസീറത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച കാര്യങ്ങളെ ഉൾക്കാഴ്ചയോടുകൂടി, അകക്കണ്ണോടുകൂടി കണ്ട് മനസ്സിലാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒരാൾക്ക് ബസീറത്ത് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ കാര്യങ്ങളും അവൻ കണ്ടുകൊണ്ട് കാണുന്നത് പോലെ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി അവന്റെ ഖൽബ് കൊണ്ട് കാണുന്ന രീതിയിലുള്ള ഒരു പ്രകാശമാണ് ബസീറത്ത് എന്ന് പറഞ്ഞാൽ. വഖദ് അശ്റഖത്തിൽ അർദു ലിനൂരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്താൽ ഭൂമി വെട്ടിത്തിളങ്ങുന്ന അവസ്ഥയുണ്ടാകും. വവുദിഅൽ കിതാബ്, കിതാബുകൾ വെക്കപ്പെടും, ഓരോ മനുഷ്യന്റെയും രേഖകൾ സ്ഥാപിക്കപ്പെടും. വജീഅ ബിൻ നബിയ്യീന വശുഹദാ, അവിടെ നബിമാരും ശുഹദാക്കളെയും കൊണ്ടുവരപ്പെടും. വഖദ് നുസിബൽ മീസാൻ, അവിടെ മീസാൻ സ്ഥാപിക്കപ്പെടും. ഖുർആനിലെ ആയത്തുകളുടെ ആശയം തന്നെയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അത് വാക്കുകളിലൂടെ പറയുന്നു എന്ന് മാത്രം. മീസാൻ സ്ഥാപിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. മീസാൻ നമുക്കറിയാം, മനുഷ്യരുടെ കർമ്മങ്ങളോ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയ ഏടുകളോ അല്ലെങ്കിൽ മനുഷ്യരെ തന്നെ തൂക്കുന്ന 2 ത്രാസുകളായിട്ടുള്ള മീസാൻ അവിടെ സ്ഥാപിക്കപ്പെടും. അവിടെ ഏടുകൾ നിവർത്തപ്പെടുന്നത്, ഈ രേഖകൾ നിവർത്തപ്പെടുന്നത് അവൻ അവന്റെ അകക്കണ്ണുകൊണ്ട് കാണും. എല്ലാ വാദങ്ങളുമായിട്ടുള്ള നാളുകളെല്ലാം ഒരുമിക്കപ്പെടും. ഓരോ വ്യക്തിയും അവൻ ആരോടാണോ ശത്രുതയുണ്ടായിരുന്നത് അതുമായി എല്ലാം ബന്ധപ്പെട്ട് കൊണ്ടുവരപ്പെടും വിചാരണയ്ക്ക് വേണ്ടി. അവിടെ പ്രദർശിപ്പിക്കപ്പെടും, വെളിവാകും. അതിലുള്ള കോപ്പകൾ ഉണ്ടാകും, തിങ്ങി നിറഞ്ഞ അവസ്ഥയിൽ അതിൽ കോപ്പകൾ ഉണ്ടാകും. ദാഹിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടാകും. പക്ഷെ ഹൗദിന്റെ അടുക്കൽ വെള്ളം കുടിക്കാൻ എത്തുന്നവർ കുറവേ ഉണ്ടാവുകയുള്ളൂ, അത്ര പേർക്ക് അത് ലഭിക്കുകയുള്ളൂ. പാലം സ്ഥാപിക്കപ്പെടും, നരകത്തിന് മുകളിലുള്ള പാലം വെക്കപ്പെടും, അത് കടന്നു പോകാൻ വേണ്ടി. ജനങ്ങൾ അതിലേക്ക് നയിക്കപ്പെടുന്ന, തെളിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അവിടെ ആ പാലത്തിന് മേലെ ചില ആളുകൾക്ക് പ്രകാശം നൽകപ്പെടും, ചില ആളുകൾ ഇരുട്ടിലാകും, അങ്ങനെ വേർതിരിക്കപ്പെടും പ്രകാശത്തെ.
ആ പാലത്തിന്റെ ചുവട്ടിലായിക്കൊണ്ട് നരകം, അത് നരകത്തിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളിക്കത്തിച്ചുകൊണ്ട് തിന്നു തീർക്കുന്ന അവസ്ഥയിൽ ആളിക്കത്തുന്നുണ്ടാകും. ആ പാലത്തിന് മുകളിൽ നിന്ന് ആ നരകത്തിലേക്ക് വീഴുന്ന ആളുകൾ അവിടെ രക്ഷപ്പെടുന്നതിനേക്കാൾ ഇരട്ടി ഇരട്ടി ആളുകളായിരിക്കും. ഈ കാര്യങ്ങൾ, പരലോകത്തെ പറ്റി പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ ബസീറത്തുള്ള ഒരുവന് അവന്റെ ഖൽബ് ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് കാണുന്നത് പോലെ കാണും. അവന്റെ ഖൽബിന്റെ കണ്ണുകൊണ്ട് അവനതിന് സാക്ഷ്യം വഹിക്കും. പരലോകത്തെ ഓരോ കാര്യങ്ങളും, അതിൽ നിലനിൽക്കുന്ന ഓരോന്നിനും അവൻ സാക്ഷ്യം വഹിക്കുന്ന പോലെ അവസ്ഥയുണ്ടാകും. അതുപോലെ ദുനിയാവിന്റെ നിരർത്ഥകതയും അത് പെട്ടെന്ന് നീങ്ങിപ്പോകുന്നതുമാണ് എന്ന് അവന്റെ ഉൾക്കാഴ്ചയിലൂടെ അവൻ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു യാത്രയിൽ യഖ്വത്ത് കഴിഞ്ഞു, പിന്നെ ചിന്തയായി, ആ ചിന്ത അവന് ബസീറത്തായി മാറുന്നുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഒരു അവസരം അനുഭവിച്ചിട്ടുണ്ടാവും. ജീവിതത്തിന്റെ ദീന് അനുസരിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ ദീന് പരിശീലിക്കാൻ തുടങ്ങിയിട്ടുള്ള, അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാലഘട്ടം എത്രയാവട്ടെ, ചില ആളുകൾ 5 വർഷമായിട്ടുണ്ടാവുള്ളൂ, ചില ആളുകൾ 10, 20, 30, 40, 60 വർഷങ്ങളായിട്ട് ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതുപോലൊരു അവസ്ഥ കടന്നു പോയിട്ടുണ്ടാവും. പരലോകത്തെ കുറിച്ചുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ കണ്ടുകൊണ്ട് കാണുന്നത് പോലെ, അത് അനുഭവിക്കാൻ സാധിക്കുന്നത് പോലെ അത് നമുക്ക് തോന്നിയിട്ടുണ്ടാകും. അതാണ് ബസീറത്ത് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഏതെങ്കിലും ഹദീസുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ദർശകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കിതാബുകൾ വായിക്കുമ്പോൾ, പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന അവസ്ഥ, അതാണ് ബസീറത്ത് എന്ന് പറഞ്ഞാൽ, കൽബുകൊണ്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ. അപ്പോൾ പരലോകത്തെ ഈ ഓരോ കാര്യങ്ങളും അവന്റെ ഫിക്രത്ത്, ആലോചനയ്ക്ക് ശേഷം അത് നേരിട്ട് കാണുന്നത് പോലെ അവൻ ബസീറത്തിന്റെ മൻസിലത്തിലേക്ക് എത്തും. എന്നിട്ട് പറയുകയാണ്, ബസീറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ചില ആളുകളുടെ ഖൽബിൽ ഇട്ടുകൊടുക്കുന്ന ഒരു പ്രകാശമാണ്. റസൂലുകൾ അറിയിച്ചിട്ടുള്ള കാര്യം എന്താണോ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ അവന്റെ കണ്ണുകൊണ്ട് അവൻ കാണും. കണ്ണുകൊണ്ട് കാണുന്നത് പോലെ തന്നെ. അതിലൂടെ അവന് ഉറപ്പിക്കാൻ സാധിക്കും. റസൂലുകൾ ക്ഷണിച്ചതെന്താണോ, അറിയിച്ചതെന്താണോ അതുകൊണ്ടുള്ള നേട്ടത്തെ അവൻ ഉറപ്പിക്കാൻ സാധിക്കും ആ ഖൽബിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് വഴി. ആ റസൂലുകളോട് എതിരായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷം എന്താണ് എന്നും അവർ ഉറപ്പിക്കാൻ സാധിക്കും. ഇതാണ് ഈ ഒരു അവസ്ഥ അനുഭവിച്ചിട്ടുള്ള ചില ആളുകൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അൽ ബസീറത്തു തഹഖഖുൽ ഇന്തിഫാഇ ബിശൈഇ വതദററു തഹഖഖുൽ ഇന്തിഫാഇ ബിശൈഇ വതദററു ബിഹി. ബസീറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൊണ്ടുള്ള ഉപകാരത്തെയും ഒരു കാര്യം കൊണ്ടുള്ള ദോഷത്തെയും ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥക്കാണ് ബസീറത്ത് എന്ന് പറയുന്നത്. ഒരു കാര്യത്തെ നമ്മൾ ഉറ്റാലോചിച്ചുകൊണ്ട് അതുകൊണ്ടുള്ള ഗുണവും ദോഷവും മനസ്സിലാക്കാൻ സാധിക്കുന്ന, ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥക്കാണ് എന്ന് പറയുന്നത് ബസീറത്ത് എന്ന് പറയുന്നത്. വഖാല ബഅദുഹും, ചില ആളുകൾ അതുപോലെ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, അൽ ബസീറത്തു മാ ഖല്ലസക മിനൽ ഖൈറത്തി ഇമ്മാ ബിഈമാനിൻ വഇമ്മാ ബിഇയാനിൻ. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്കുണ്ടാകുന്ന സംശയങ്ങളിൽ നിന്നെല്ലാം, കൺഫ്യൂഷനിൽ നിന്നെല്ലാം ഒരു തുറവി ലഭിക്കുക, അതിൽ നിന്നെല്ലാം ഒഴിവാക്കുക. ഒന്നുകിൽ വിശ്വാസം കൊണ്ട്, അതല്ലെങ്കിൽ അവന്റെ കണ്ണുകൊണ്ട് കാണുന്ന തരത്തിലുള്ള ഈ യാഥാർത്ഥ്യ ബോധ്യം കൊണ്ട്. അതിനാണ് ബസീറത്ത് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലാത്ത ആളുകളാണെങ്കിൽ ചിന്ത കൊണ്ട് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളെയും ഉറ്റാലോചിക്കുന്നത് വഴി ഈ ഒരു അവസ്ഥ, ഈ ഒരു മനസ്സിലെത്തി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. തീർച്ച സ്വർഗത്തെ പറ്റി ഓതുന്ന ആയത്തുകൾ നമ്മുടെ മനസ്സിൽ അതിന്റെ കുളിർമ ഉണ്ടാക്കും. നരകത്തെ കുറിച്ച് ഓതുന്ന ആയത്തുകളിൽ നമ്മുടെ മനസ്സിൽ അതിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാകും. അത്രത്തോളം അതിനെ ബോധ്യപ്പെടുന്ന അവസ്ഥയിൽ ഉൾക്കാഴ്ചയുള്ള ആളുകൾ എത്തിച്ചേരുന്നതാണ്. എന്നിട്ട് പറയുകയാണ്, ബസീറത്ത് തന്നെ 3 ദർജകളുണ്ട്.
അഥവാ ഒരാൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ 3 ദർജകളിലായിക്കൊണ്ട് ഉൾക്കാഴ്ച ഉണ്ടാകണം. അതാരാണോ ആ 3 ദർജകൾ പൂർത്തീകരിക്കുന്നത് അവൻ ബസീറത്തിനെ, ഉൾക്കാഴ്ചയെ പൂർത്തീകരിച്ചിരിക്കുന്നു. അത് ഏതൊക്കെയാണ് 3 ഒന്നാമത്തേത് ബസീറത്തുൻ ഫിൽ അസ്മാഇ വസ്സിഫാത്ത്, അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളിലുള്ള ഉൾക്കാഴ്ച. അല്ലാഹുവിനെ കുറിച്ച് അറിയാൻ ഏറ്റവും ഉന്നതമായ മാർഗം അല്ലാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളുമാണ്. ആ നാമവിശേഷണങ്ങളെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് ഒന്നാമത്തെ ബസീറത്ത്. രണ്ടാമത്തേത് ബസീറത്തുൻ ഫിൽ അംരി വന്നഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെ കുറിച്ചും വിരോധിച്ച കാര്യങ്ങളെ കുറിച്ചുമുള്ള ബസീറത്ത്, ഉൾക്കാഴ്ച എന്നത്. മൂന്നാമത്തേത് ബസീറത്തുൻ ഫിൽ വഅദി വൽ വഈദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനങ്ങളും താക്കീതുകളെ കുറിച്ച് ഉൾക്കാഴ്ച. അഥവാ പരലോകത്ത് അല്ലാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചുമുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടാകും, അതിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ച. അതുപോലെ തന്നെ ശിക്ഷയും അതുപോലെയുള്ള താക്കീതുകൾ ഉണ്ടാകും, അതിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ച. ഈ 3 ബസീറത്ത് പൂർത്തീകരിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ മൻസിലത്തിനെ സാക്ഷാത്കരിക്കുന്ന വ്യക്തി. 1 അസ്മാഉ സിഫാത്തിൽ, 2 കൽപ്പനകളിൽ വിരോധനങ്ങളിൽ, 3 വാഗ്ദാനങ്ങളിൽ താക്കീതുകളിൽ. എന്നിട്ട് അസ്മാഉ സിഫാത്തിന്റെ ബസീറത്ത് എന്താണ് എന്ന് ഇബ്നുൽ ഖയ്യിം പറയുന്നു. ഫൽ ബസീറത്തു ഫിൽ അസ്മാഇ വസ്സിഫാത്ത്. എന്താണ് അസ്മാഉ സിഫാത്തിന്റെ ബസീറത്ത് എന്ന് പറഞ്ഞാൽ? അതിലുള്ള ബസീറത്ത് എന്ന് പറഞ്ഞാൽ അല്ലാ യതഅഥറ ഈമാനുക ബിശുബ്ഹത്തിൻ തുആരിദു മാ വസഫ അല്ലാഹു ബിഹി നഫ്സഹു. ഒരു തരത്തിലും നിന്റെ ഉള്ളിൽ അഥവാ നിന്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സ്വന്തത്തിന് വെച്ചിട്ടുള്ള നാമങ്ങൾ, വിശേഷണങ്ങൾ, അതിനെ കുറിച്ച് വവസഫഹു ബിഹി റസൂലുഹു, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ എന്തെല്ലാം വിശേഷണങ്ങൾ അല്ലാഹുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അതിനെതിരായിക്കൊണ്ടുള്ള ഒരു സംശയം, ഒരു ശുഭ്ഹത്ത് നിന്റെ ഉള്ളിൽ ഇല്ലാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വജ്ഹുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 2 കൈകളുണ്ട്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 2 കണ്ണുകളുണ്ട്. ഇതുപോലെയുള്ള എന്തെല്ലാം ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുണ്ടോ അതിനെ സംശയമില്ലാത്ത വിധം വിശ്വസിക്കാനും അംഗീകരിക്കാനും സാധിക്കുക. ബൽ തകൂനു ശുബ്ഹു അൽ മുആറദതു ലിദാലിക ഇൻദക ബിമൻസിലത്തി ശുബ്ഹി വശുകൂകി ഫി വുജൂദില്ലാഹ്. ഇനി എങ്ങാനും നിന്റെ ഉള്ളിൽ അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ ശുബ്ഹകളോ ഉണ്ടാകുകയാണ് എങ്കിൽ അത് ഏതിന് തുല്യമാണ്? അല്ലാഹു ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നതിന് തുല്യമാണ്. അസ്മാഉ സിഫാത്തിൽ ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയമോ ശക്കോ ശുഭത്തോ ബാധിക്കുകയാണെങ്കിൽ അതിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വുജൂദിൽ അള്ളാഹു ഉണ്ടോ എന്നുള്ളതിൽ നീ സംശയിക്കുന്നതിന് തുല്യമാണ്. ബസീറത്തുള്ള ആളുകൾക്കിടയിൽ ഈ 2 ഒരുപോലെയാണ്. അള്ളാഹു ഉണ്ടോ ഇല്ല എന്ന് സംശയിക്കുന്നതും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷങ്ങളും സ്ഥിരപ്പെട്ടു വന്നതിന് സംശയിക്കുന്നതും ഒരേപോലെയാണ് ബസീറത്തുള്ള ആളുകൾക്ക് ഇടയിൽ എന്ന് പറയാണ്. ഇതിനോട് നീ ഉറച്ചു നിൽക്കുക എന്നുള്ളത്, അഥവാ ഈ അസ്മാഉ സിഫാത്തിൽ ബസീറത്ത് ഉണ്ടാവുക എന്നുള്ളത് എന്താണ് അതിന്റെ അവസ്ഥ? അൻ യശ്ഹദ ഖൽബുക അർറബ്ബ തബാരക വതആല മുസ്തവിയൻ അലാ അർശിഹി. നിന്റെ ഖൽബ് സാക്ഷ്യം വഹിക്കും, അല്ലെങ്കിൽ നിന്റെ ഖൽബിന് അത്രയും ബോധ്യമുണ്ടാകും നിന്റെ റബ്ബ് അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനുമേൽ ഇസ്തിവാ ചെയ്തവനാണ്. മുതകല്ലിമൻ ബിഅംരിഹി വനഹിഹി, അല്ലാഹു തആല സംസാരിക്കുന്നുണ്ട്, കൽപ്പന കൊണ്ടും വിരോധനം കൊണ്ടും അല്ലാഹു സംസാരിക്കുന്നവനാണ്. ബസീറൻ ബിഹറകാത്തിൽ ആലമിൽ ഉൽവിയിഹി വസുഫ്ലിയിഹി വഅശ്ഖാസിഹി വദവാതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തുള്ളതാവട്ടെ ഭൂമിയിലുള്ളതാവട്ടെ അതിലുള്ള ഓരോ വ്യക്തിയും അതിലുള്ള എല്ലാത്തിന്റെയും ചലനങ്ങൾ നോക്കിക്കാണുന്നവനാണ്. സമീഅൻ ലിഅസ്വാതിഹിം, അവരുടെ ശബ്ദമെല്ലാം കേൾക്കുന്നവനാണ്. റഖീബൻ അലാ വമാഇരിഹിം വഅസ്റാരിഹിം, അവരുടെ രഹസ്യവും അവരുടെ ഗോപ്യമായ കാര്യങ്ങളുമെല്ലാം മേൽനോട്ടം കൊണ്ട് നോക്കിക്കാണുന്നവനാണ്. വഅംറുൽ മമാലികി തഹ്ത തദ്ബീരിഹി, ആ അടിമകളുടെ കാര്യങ്ങൾ അധികാരപ്പെടുത്തപ്പെട്ടിട്ടുള്ളവരുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നാസിലും മിൻ ഇൻദിഹി വസാഇദുൻ ഇലൈഹി, ആ കാര്യങ്ങൾ കൽപ്പനകൾ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങുന്നു, അതിന്റെ തീരുമാനങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരുന്നു. വഅംലാകുഹു ബൈന യദൈഹി തുനഫിദു അവാമിറഹു ഫി അഖ്താരിൽ മമാലിക്, അതിന്റെ എല്ലാം നിയന്ത്രണം പൂർണ്ണമായും അല്ലാഹുവിന്റെ കയ്യിലാണ്.
ആ അധികാരപ്പെടുത്തിയതിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അള്ളാഹു അവന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ വിശേഷണങ്ങൾ കൊണ്ട് വിശേഷിക്കപ്പെട്ടവനാണ്. മഹത്തരമായിട്ടുള്ള വിശേഷണങ്ങൾ അള്ളാഹുവിനുണ്ട്. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും എല്ലാവിധ ഉപമകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹു അവൻ എന്താണോ അവന്റെ കിതാബിൽ അവനെ പറ്റി പറഞ്ഞത് അതുപോലെയാണ് അവൻ. ഒരു സൃഷ്ടിക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതിനേക്കാൾ മുകളിലാണ് അള്ളാഹുവിന്റെ വിശേഷണം. ഹയ്യുൻ ലാ യമൂത്ത്, അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്. ഖയ്യൂമുൻ ലാ യനാം, ഉറക്കമില്ലാതെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനാണ്. അലീമുൻ ലാ യുഖ്ഫാ അലൈഹി മിത്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. ആകാശഭൂമികളിൽ ഒന്നും തന്നെ അണുമണി തൂക്കം പോലും അവനിൽ നിന്ന് ഗോപ്യമാവുകയില്ല. ബസീറുൻ യറാ ദബീബൻ നംലത്തി സൗദാ അലാ സഫറത്തി സമ്മാ ഫിൽ ലൈലത്തിൽ ളുലമാ, കാണുന്നവനാണ് അവൻ. എന്തെല്ലാം കാര്യങ്ങൾ കൂരിട്ടുള്ള രാത്രിയിൽ കറുത്തൊരു പാറക്കല്ലിന് മുകളിലൂടെ ഒരു ഉറുമ്പ് നടക്കുമ്പോൾ അതിന്റെ കാലടിപ്പാടുകൾ പോലും കാണുന്നവനാണ് അവൻ. സമീഉൻ യസ്മഉ വജീജൽ അസ്വാത്, എല്ലാ ശബ്ദവും എല്ലാ ബഹളവും അവൻ കേൾക്കും. ബിഖ്തിലാഫിൽ ലുഗാത്ത്, വ്യത്യസ്ത ഭാഷകളാണെങ്കിലും എല്ലാം കൂടിക്കലർന്ന ബഹളമാണെങ്കിലും അവൻ എല്ലാം വ്യക്തമായി കേൾക്കും. അലാ തഫന്നുനിൽ ഹജാത്ത്, അതിൽ ഓരോ ആളുകളും വ്യത്യസ്ത ആവശ്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ അതും അവൻ കേൾക്കും. തമ്മത് കലിമാതുഹു സിദ്ഖൻ വഅദ്ല, അവന്റെ കലിമത്തുകൾ സത്യസന്ധത കൊണ്ടും സിദ്ഖ് കൊണ്ടും നീതി കൊണ്ടുമാണ് പരിപൂർണമായിട്ടുള്ളത്. ഫജല്ലത് സിഫാതുഹു അൻ തുഖാസ ബിസിഫാതി ഖൽഖിഹി ശബഹൻ വമിസ്ല, സൃഷ്ടികളോട് ഒരു തരത്തിലും ഉപമിക്കാനോ സാദൃശ്യപ്പെടുത്താനോ സാധിക്കാത്ത വിധം പരിശുദ്ധമായ ഉന്നതമായ വിശേഷണങ്ങളാണ് അവനുള്ളത്. അവന്റെ അസ്തിത്വം ഒന്നിനോടും സാദൃശ്യപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഉന്നതമായതാണ്. അടിമകളുടെ മേലെ സൃഷ്ടികളുടെ മേലെ അവന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നീതിപൂർവവും ഹിക്മത്തോടു കൂടിയുള്ളതും കാരുണ്യമായിട്ടും ഇഹ്സാൻ നന്മയായിട്ടും ഔദാര്യമായിട്ടും ഉള്ളതാണ്. ലഹുൽ ഖൽഖു വൽ അംറു, അവനാണ് സൃഷ്ടിപ്പ്, അവന്റേതാണ് സൃഷ്ടിപ്പ്, അവന്റേതാണ് കൽപ്പനാധികാരവും. വലഹുൽ നിഅമതു വൽ ഫദ്ൽ, അവന്റേതാണ് എല്ലാ അനുഗ്രഹവും ഔദാര്യവും. വലഹുൽ മുൽകു വൽ ഹംദ്, അവനാണ് എല്ലാവിധ ആധിപത്യവും എല്ലാവിധ സ്തുതിയും. വലഹുൽ സനാഉ വൽ മജ്ദ്, അവനാണ് എല്ലാവിധ സ്തുതിയും വാഴ്ത്തലും അർഹനായിട്ടുള്ളവൻ. അവ്വലുൻ ലൈസ ഖബ്ലഹു ഷൈഉൻ, മുൻപൊന്നുമില്ലാത്ത വിധം ആദ്യമുള്ളവൻ. ആഖിറുൻ ലൈസ ബഅദഹു ഷൈഉൻ, ഏറ്റവും അവസാനവും നിലനിൽക്കുന്നവൻ, അവന് ശേഷം മറ്റൊന്നുമില്ല. ബാഹിറുൻ ലൈസ ഫൗഖഹു ഷൈഉൻ, അവനേക്കാൾ മുകളിലായിക്കൊണ്ട് മറ്റാരുമില്ല. ബാത്തിനുൻ ലൈസ ദൂനഹു ഷൈഉൻ, അവനേക്കാൾ അടുത്തവനായി ഒരാളുമായിട്ട് വേറൊന്നുമില്ല. അസ്മാഉഹു കുല്ലുഹാ അസ്മാഉ മദ്ഹിൻ വഹംദിൻ, അവന്റെ നാമങ്ങളെല്ലാം അവനെ സ്തുതിക്കാനും അവനെ വാഴ്ത്താനുമുള്ളതാണ്. വസനാഇൻ വതംജീദിൻ, അവനെ മഹത്വപ്പെടുത്താനും പുകഴ്ത്താനുമുള്ളതാണ്. വലിദാലിക കാനത് ഹുസ്ന, അതുകൊണ്ടാണ് ആ നാമങ്ങൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളതായിട്ടുള്ളത്. വസിഫാതുഹു കുല്ലുഹാ സിഫാതു കമാലിൻ, അവന്റെ വിശേഷണങ്ങളെല്ലാം പരിപൂർണതയുള്ള വിശേഷണങ്ങളാണ്. വനുഊതുഹു നുഊതു ജലാലിൻ, അതുപോലെ തന്നെ വിശേഷണങ്ങൾ മഹത്തരമായതാണ്. വഅഫ്ആലുഹു കുല്ലുഹാ ഹിക്മത്തുൻ വറഹ്മ, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം യുക്തിപൂർവവും കാരുണ്യപൂർവമുള്ളതാണ്. വമസ്ലഹത്തുൻ വഅദ്ൽ, അതുപോലെ നീതിപൂർവവും നന്മയുണ്ടാക്കുന്നതുമാണ്. കുല്ലു ശൈഇൻ മിൻ മഖ്ലൂഖാതി ദാലുൻ അലൈഹി, അവന്റെ സൃഷ്ടികളെല്ലാം ഇതിനെ ഇതിനെ അറിയിക്കുന്നതാണ്, അവനെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉൾക്കാഴ്ച കൊണ്ട് നോക്കുമ്പോൾ അവന്റെ ആ സൃഷ്ടികളെല്ലാം അള്ളാഹുവിലേക്ക് വഴി കാണിക്കുന്ന കാര്യങ്ങളായി തീരും. അഥവാ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അത് സൃഷ്ടികളിലൂടെ സാധിക്കും. ആകാശഭൂമികളാവട്ടെ അതിനിടയിലുള്ള ഒന്നിനെയും നിരർത്ഥകമായി സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യനെ ഒരിക്കലും വെറുതെ ഒരു ഉപയോഗമില്ലാതെ വിട്ടേക്കുകയുമില്ല. പക്ഷെ അല്ലാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളത് അവന്റെ തൗഹീദും അവനെ ആരാധിക്കുന്നതും പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്.
നിഅമഹു അല്ലാഹു അടിമകളുടെ മേൽ അവന്റെ അനുഗ്രഹം പൂർത്തീകരിച്ചിരിക്കുന്നു. ലിയതവസ്സലു ബിശുക്രിഹാ ഇലാ സിയാദതിഹി വകറാമതിഹി എന്തിനു വേണ്ടിയാണത്? ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു കിട്ടാനും അതുപോലെ തന്നെ അവൻ ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങൾ സ്വർഗ്ഗത്തിൽ നേടിയെടുക്കാനും വ്യത്യസ്ത രീതിയിൽ അവൻ അവനെ കുറിച്ച് അറിയിക്കുന്നുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു തരുന്നുണ്ട് സൃഷ്ടികൾക്ക്. സൃഷ്ടികൾക്ക് അവന്റെ ദൃഷ്ടാന്തങ്ങളെ വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്നു. വ്യത്യസ്ത അറിയാനുള്ള മാർഗങ്ങൾ വ്യത്യസ്ത തരത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു. എല്ലാ മേഖലയിലൂടെയും എല്ലാ കഥകളിലൂടെയും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ അവൻ അടിമകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അടിമകൾക്കിടയിലും അവന്റെ ഇടയിലുമുള്ള കരാർ ഏറ്റവും വലിയ മാർഗമായി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമായി വെച്ചിരിക്കുന്നു. അഥവാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അടിമകളുടെ മേലെ ആ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു പൂർത്തീകരിച്ചിരിക്കുന്നു. ആ സൃഷ്ടികളുടെ മേലെ എല്ലാവിധ തെളിവും പരിപൂർണതയോടുകൂടി സ്ഥാപിച്ചിരിക്കുന്നു. അനുഗ്രഹങ്ങൾ വാരിക്കോരിച്ചൊരിഞ്ഞിരിക്കുന്നു. അവൻ അവന്റെ സ്വന്തത്തിൽ കാരുണ്യത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു കിതാബ്, ഒരു എഴുത്ത് തന്നെ അള്ളാഹു എഴുതിയിട്ടുണ്ട്. എന്റെ കാരുണ്യം എന്റെ കോപത്തെ മുൻകടന്നിട്ടുണ്ട് എന്നൊരു എഴുത്ത് തന്നെ അവൻ എഴുതിയിട്ടുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. ഈ വാക്കുകൾ എത്രത്തോളം മലയാളത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. അറബി ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അതിമനോഹരമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ ഓരോന്നും ഒന്ന് ഉറ്റാലോചിച്ചാൽ തന്നെ അവൻ അള്ളാഹുവിനോടുള്ള ഇഷ്ടം വർദ്ധിക്കും, അവന്റെ കണ്ണ് നിറയും, അവന്റെ ഖൽബിൽ അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം വർദ്ധിക്കും. അത്ര മനോഹരമായിട്ടാണ് ഇബ്നുൽ ഖയ്യിം അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ ഒരാൾക്ക് ബസീറത്ത് ഉണ്ടാകുമ്പോൾ അവൻ അനുഭവിക്കുന്ന ഒരു അവസ്ഥയെ എഴുതിയിട്ടുള്ളത്. ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഈ കാര്യങ്ങൾ ഇതെന്താ പറയുന്നത്? ബസീറത്താണ് പറയുന്നത്, ഉൾക്കാഴ്ചയാണ് പറയുന്നത്. ഈ ഒരു വാചകത്തിൽ, ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഖൽബിന്റെ കണ്ണ് കാണുകയും അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. എന്തായിരിക്കും ആ ഒരു അടിമയുടെ, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു അടിമയുടെ അവസ്ഥ എന്തായിരിക്കും? ഇതിലെ ഓരോ കാര്യത്തിലും അവൻ ആ ഒരു അവസ്ഥയിലാണെങ്കിൽ അതാണ് അസ്മാഉ സിഫാത്തുള്ള ബസീറത്ത്. അതിന് അസ്മാഉൽ ഹുസ്ന അറിയണം, അതിനെക്കുറിച്ച് ആലോചിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം, നമ്മുടെ ജീവിതവുമായി അതിനെ ബന്ധപ്പെടുത്തണം. അങ്ങനെ ബന്ധപ്പെടുത്തുമ്പോൾ ഇതിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ യഥാർത്ഥ അനുഭവം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, നമുക്കത് ആസ്വദിക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ഒന്നാമത്തെ ബസീറത്തിന്റെ ഘട്ടം, അസ്മാഉ സിഫാത്തുകളിലുള്ള ബസീറത്ത്. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് ലഭിക്കുന്ന ഉൾക്കാഴ്ച. അൽ-മർത്തബത്തു സ്സാനിയ, രണ്ടാമത്തെ മർത്തബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ബസീറത്തു ഫിൽ അംരി വന്നഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളിലും വിരോധിച്ച കാര്യങ്ങളിലുമുള്ള ഉൾക്കാഴ്ച. വഹിയ തജ്ദീദുഹു അനിൽ മുആറദതി ബിതഅ്വീൽ. എന്താണ് കൽപ്പനയിലും വിരോധനത്തിലുമുള്ള ഉൾക്കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കൽപ്പനയ്ക്ക് എതിരാവുകയോ വിരോധനങ്ങൾ ചെയ്യുന്നതിൽ നിന്നോ ഒഴിവാവുക. അതായത് എന്താണ് കൽപ്പിച്ചാൽ അങ്ങനെ ചെയ്യുക, വിരോധിച്ച് ഒഴിവാക്കുക. അതിനെ ഏതെങ്കിലും വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു തരത്തിലും അതിനെതിരാകാൻ നിൽക്കില്ല. ഔ തഖ്ലീദ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്തു വന്നിട്ടുള്ളത് എന്ന നിലക്ക് വേറെ എന്തിനേയും അന്ധമായി പിൻപറ്റുന്ന അവസ്ഥ. ഔ ഹവൻ, അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ചൊരു കാര്യം വന്നു പക്ഷേ സ്വന്തം ഇച്ഛ അതിന് സമ്മതിക്കുന്നില്ല, അങ്ങനെ അതുകൊണ്ട് അതിനെതിരാവുക. ഈ ഏതെങ്കിലും തരത്തിൽ ഇതിനെതിരാകാത്ത രീതിയിൽ നിൽക്കുന്നതിനാണ് ആ ബസീറത്ത് എന്ന് പറയുന്നത്. ആ കൽപ്പന അനുസരിച്ച് വിരോധം ഒഴിവാക്കുക. ഫലാ യഖൂമു ബിഖൽബിഹി ശുബ്ഹത്തുൻ തുആരിദു അൽ-ഇൽമ ബിഅംരില്ലാഹി വനഹിഹി. ഖൽബിൽ ഒരു തരത്തിലുള്ള ശുബ്ഹത്ത് ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളോടോ വിരോധിച്ച കാര്യങ്ങളോടോ ഒരു കാര്യത്തിലും ശുബ്ഹത്ത് ഉണ്ടാവില്ല. എന്തെങ്കിലും തരത്തിലൊക്കെ ശക്കുണ്ടായി, സംശയം ഉണ്ടായി, ചെയ്യണോ വേണ്ടയോ ആ തിരക്കുണ്ടാവില്ല. അതിൽ പരിപൂർണമായ ഉൾക്കാഴ്ച ഉണ്ടാകും. വലാ ശഹ്വത്തുൻ തംനഉ മിൻ തൻഫീദിഹി വംതിസാലിഹി വൽഅഖ്ദി ബിഹി. അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നിടത്ത് ഒരു ശഹ്വത്തും തടസ്സമായി നിൽക്കില്ല.
അപ്പൊ ഒരു കാര്യം ചെയ്യണം പറഞ്ഞു, ഒരു കാര്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അവിടെ എന്റെ ഇച്ഛ അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന നിലക്ക് അതിനെതിരാവില്ല. അതുപോലെ തന്നെ അന്ധമായി എന്തെങ്കിലും പിൻപറ്റുന്ന ഒരു അവസ്ഥ, അതെന്തിലേക്കാണ് അവനെ നയിക്കുക? ഈ അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അത് പകർത്തുന്നതിന് തടസ്സമാകുന്ന രീതിയിൽ ഒരു അന്ധമായിട്ടുള്ള ഒരു തഖ്ലീദും അവന് തടസ്സമാവുകയില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ കൽപ്പനകൾ അതുപോലെ അനുസരിക്കാനും വിരോധങ്ങൾ ഒഴിവാക്കാനുമുള്ള ആ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകും. മൂന്നാമത്തെ മർത്തബ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിലും വിരോധനങ്ങളിലുമുള്ള ബസീറത്ത്. അതെന്താണ്? وهو أن تشهد قيام الله تعالى على كل نفس بما كسبت بالخير والشر. അതെന്താണ്? നീ ഏതൊരു അവസ്ഥയിലാവും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കാര്യമാവട്ടെ ആ ഏത് വിഷയത്തിലും എന്താണ് ഖൈറ് എന്താണ് ഷർറ് എന്നുള്ള അവസ്ഥയിൽ ഉണ്ടാകുന്ന അവസ്ഥ. ആജിലൻ വആജിലൻ, ദുനിയാവിലും പരലോകത്തും. ഫിദാരിൽ അമൽ, ദാരിൽ അമൽ എന്ന് പറഞ്ഞാൽ ദുനിയാവ്. വദാരിൽ ജസാ, പ്രതിഫലത്തിന്റെ നാൾ. വഅന്ന ദാലിക ഹുവ മൂജിബു ഇലാഹിയതിഹി വറുബൂബിയതിഹി. ആ ഒരു ചിന്ത നിനക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും ഏത് കാര്യം വരുമ്പോഴും അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തുന്ന ഖൈറ്, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് അള്ളാഹുവിൽ ഉണ്ടാകുന്ന ഷർറ്, ആ ഒരു കാര്യം ബോധ്യം ഉണ്ടാവുക. ഏതും ദുനിയാവിൽ ഉണ്ടാകുന്നാവട്ടെ പരലോകത്തിൽ നിന്നാവട്ടെ അങ്ങനെ ഉണ്ടാവുക. അതാണ് വഅദും വഈദിലും, അള്ളാഹുവിന്റെ വാഗ്ദാനത്തിലും വിരോധത്തിലുള്ള ബസീറത്ത് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്താൽ എനിക്ക് അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടാവുക, എന്താണ് അള്ളാഹുവിൽ ഉണ്ടാവുക എന്നുള്ള ഉൾക്കാഴ്ച ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരുത്തൻ അവന്റെ ഉലൂഹിയത്തും റുബൂബിയത്തും എല്ലാം ഉന്നതമായ നിലക്ക് അവന് ശരിയാകുന്ന അവസ്ഥയുണ്ടാകും. അത് അവന് നിർബന്ധമാക്കുന്ന അവസ്ഥയുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതാണ് മൂന്നാമത്തെ മർത്തബ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തിലുള്ള ബസീറത്ത്, രണ്ടാമത്തേത് അള്ളാഹുവിന്റെ കൽപ്പനകൾ വിരോധനങ്ങൾ അത് പ്രാവർത്തികമാക്കുന്നതിന്റെ ബസീറത്ത്, മൂന്ന് അതുകൊണ്ട് ലഭിക്കുന്ന ഖൈറും ഷർറും അതെന്തൊക്കെയാണ് എന്നുള്ളതിൽ ദുനിയാവിലും പരലോകത്തും ഉണ്ടാകുന്ന വിഷയത്തിൽ അവൻ പരിപൂർണമായി ഉൾക്കാഴ്ചയുള്ളവനാവുക എന്നുള്ളത്. ഇതാണ് ബസീറത്തിന്റെ മൻസിലത്ത് എന്നുള്ളത്. അപ്പോ ഈ ഒരു കാര്യം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു മൻസിലത്താണ് ബസീറത്തിന്റെ മൻസിലത്ത്. അടുത്തത് യഥാർത്ഥത്തിൽ അസ്മ് എന്നുള്ള മൻസിലത്തുണ്ട്, പക്ഷെ ഇക്സീറിൽ അത് ചുരുക്കിക്കൊണ്ട് ബസീറത്തിനോട് യോജിച്ച് ചേർത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് വേറൊരു മൻസിലത്തായിട്ട് തന്നെ മദാരിജ് സാലിക്കയിലൊക്കെ കുറച്ചുകൂടി അധികം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ബസീറത്തിനോട് ചേർന്നിട്ടാണ് ഈ കിതാബിൽ. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തിൽ വായിക്കാം. മൻസിലത്തുൽ അസ്മ് വേറെ ആയിട്ട് തന്നെ ആ ഭാഗം വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.